ചേട്ടാ നമസ്കാരം. നമസ്കാരം. വെസ്റ്റ് ബംഗാൾ ഇനിയിപ്പോ 5 സംസ്ഥാനങ്ങളൊക്കെ നിങ്ങൾ ജയിച്ചില്ലേ, നിങ്ങൾക്ക് തൃപ്തിയായില്ലേ എന്ന് പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്. ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്നുണ്ട്. 5 ജയിച്ചില്ലേ? ഹരിയാന അപ്രതീക്ഷിതമായിട്ട് ജയിച്ചു, ഡൽഹി ജയിച്ചു, ഇപ്പോ ബീഹാർ ലോകത്തൊരിടത്തും ഇല്ലാത്ത മാർജിനിൽ ജയിച്ചു. എല്ലായിടത്തും പോകുന്ന എല്ലായിടത്തും ജയിച്ച് വിജയക്കൊടി പാറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? യഥാർത്ഥത്തിൽ വെസ്റ്റ് ബംഗാളാണ് നമുക്ക് വേണ്ടത് എന്നുള്ളതാണ് BJP പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വലിയ കാര്യമാണ്. കാരണം എനിക്ക് പോലും കേരളം പിടിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമില്ല. സത്യം പറഞ്ഞ കേരളം പിടിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമില്ല. വെസ്റ്റ് ബംഗാൾ BJP പിടിക്കണം. അത് BJPയോടുള്ള സ്നേഹം കൊണ്ടല്ല, മറിച്ച് ഒരുപാട് നാഷണൽ ത്രെട്ടുകളായിട്ടുള്ള സെക്യൂരിറ്റി ഇഷ്യൂസ് വെസ്റ്റ് ബംഗാളിൽ ഉള്ളത് കൊണ്ടാണ് BJP അവിടെ വരണം. പിന്നെ എല്ലാവരും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ അതിർത്തി സംസ്ഥാനങ്ങളാണ് BJP കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അത് നമുക്കറിയാലോ. ഞാൻ ബിജെപിയെ കൂടെ ഒരുപാട് ചർച്ചയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഈ ഒരു സംസ്ഥാനം ഏതെങ്കിലും രാജ്യവുമായിട്ട് അതിർത്തി പങ്കിടും, ഇപ്പൊ മ്യാൻമർ ആയിക്കോട്ടെ, ചൈന ആയിക്കോട്ടെ, ബംഗ്ലാദേശ് ആയിക്കോട്ടെ, പാകിസ്ഥാൻ ആയിക്കോട്ടെ, ഇവിടെ എല്ലാം BJP ആണ് ഭരിക്കുന്നത്, അല്ലെങ്കിൽ BJP പ്രോക്സി സർക്കാരാണ്. എന്റെ അഭിപ്രായത്തിൽ പഞ്ചാബിൽ മാത്രമാണ് ആം ആദ്മി പാർട്ടി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പഞ്ചാബ് BJPയുടെ അച്ഛനായിട്ടാണ് ആം ആദ്മി പാർട്ടി അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ടെററിസ്റ്റുകൾക്ക് അവിടെ ഇരിക്കപ്പുറത്തിയില്ല. ഭഗവത് സിംഗ് മാൻ അയാൾ അങ്ങനെയാണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പോലും ഓപ്പറേഷൻ സിന്ധു 2.5 0.5 ആദ്യം തുടങ്ങിയത് പഞ്ചാബിലാണെന്ന് ഞാൻ പറയും. അത്ര അടിയാണ് അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ വെസ്റ്റ് ബംഗാളിലോട്ട് വരുമ്പോ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ വെസ്റ്റ് ബംഗാളിൽ നടക്കുന്ന ഹിന്ദു കൂട്ടക്കൊല, വംശഹത്യ, ഇതൊന്നും നമ്മുടെ രാജ്യത്ത് ചർച്ച ചെയ്യാറില്ല. ഈ ഇടയ്ക്ക് വലിയ വിഷയം ഉണ്ടായിരിക്കുന്ന RG കർ ആശുപത്രിയിലെ വിഷയമുണ്ടായിരുന്നല്ലോ. നിർഭയ പോലുള്ള ഒരു പീഡനം അവിടെ ഉണ്ടായി. അപ്പോ മൊത്തം കുത്തഴിഞ്ഞു കിടക്കുന്ന ഒരു സംസ്ഥാനം, ക്രമസമാധാന പരിപാലനം ഒട്ടുമില്ലാത്തൊരു സംസ്ഥാനം, അവിടുത്തെ ക്രമസമാധാന നില മുഴുവൻ തകർത്തിരിക്കുന്നു. ബംഗ്ലാദേശികളാണെങ്കിൽ അവിടെ കയറി മേയുകയാണ്. സകല രീതിയിലും തകർത്തിരിക്കുന്ന ഒരു സംസ്ഥാനത്തെ തിരിച്ചു പിടിക്കാൻ BJP ഇത്തവണ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. 294 സീറ്റുണ്ട്. അതിൽ ഞാൻ മനസ്സിലാക്കുന്ന 224 സീറ്റ് എന്ന് പറയുന്ന മൃഗീയ ഭൂരിപക്ഷത്തിലാണ് മമതാ ബാനർജി അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. 65 സീറ്റാണ് BJPക്ക് ഇവിടെ ഉള്ളത്. അതിൽ നിന്നും BJPക്ക് 160 സീറ്റ് പിടിക്കണം. ഈ 160 സീറ്റ് 2026 ടാർഗറ്റ് ചെയ്ത് RSS BJP കോർഡിനേഷൻ മീറ്റിംഗുകൾ ഇപ്പൊ തുടങ്ങിക്കഴിഞ്ഞു കൊൽക്കത്തയിൽ എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. PM മോഡി ആൻഡ് അമിത്ഷാ സെറ്റ് ടു ഹോൾഡ് കീ റാലീസ് എന്ന് പറയുന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു. പോരാത്തതിന് ഞാൻ കേട്ടിട്ടില്ല, ഇനി തെറ്റുണ്ടെങ്കിൽ തിരുത്താം, RSS ചീഫ് മോഹൻ ഭാഗവത് വിൽ ഓൾസോ ഹോൾഡ് റാലീസ് ഇൻ വെസ്റ്റ് ബംഗാൾ എന്ന് കേൾക്കുന്നു. RSSന്റെ മേധാവിയായിട്ടുള്ള മോഹൻ ഭാഗവത് വെസ്റ്റ് ബംഗാളിൽ റാലി നടത്താൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. അപ്പൊ ഇങ്ങനെ മോഹൻ ഭാഗവതിന്റെ റാലി ഞാൻ കണ്ടിട്ടില്ല ഒരിടത്തും. ഇനി അങ്ങനെ ചരിത്രത്തിൽ നടന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പൊ ഇതൊക്കെയാണ് വെസ്റ്റ് ബംഗാളിൽ BJP. അപ്പൊ നമുക്ക് മനസ്സിലാവും എത്രത്തോളം BJP ആ സംസ്ഥാനത്തിനെ ഗൗരവത്തിൽ എടുക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും. പിന്നെ BJPയുടെ ഒരു രീതി അനുസരിച്ച് ഒരുപാട് ആൾക്കാർ, കേരളത്തിലുള്ള ഒരുപാട് ആൾക്കാർ ബംഗാളിൽ വംശഹത്യ നടക്കുന്നത് മോദി കാണുന്നില്ലേ എന്നൊക്കെ ഇഷ്ടം പോലെ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ തന്നെ ഇരുന്ന് ഈ ചർച്ചയിലൂടെ ചോദിച്ചിട്ടുണ്ട്, മോദി എന്തുകൊണ്ട് ആക്ഷൻ എടുക്കുന്നില്ല എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഈ ഒരു ഇത് നിർണായകമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബിച്ചേട്ടൻ എന്താണ് തോന്നുന്നത്? ഇത്തവണയെങ്കിലും വെസ്റ്റ് ബംഗാളിൽ ഭരണം പിടിക്കാൻ BJPക്ക് സാധിക്കുമോ? BJPക്ക് കടന്നു കയറാൻ കഴിയാത്ത കുറെ സ്ഥലങ്ങൾ ഈ രാജ്യത്തുണ്ട്. അതിലൊന്നാണ് ബീഹാർ. ഇന്നും അവരുടെ സ്വപ്നം പൂവണിഞ്ഞിട്ടില്ല. ബീഹാറിൽ അവർ ജയിച്ചു, അത് പക്ഷേ NDA ആണ്. അവർക്ക് ഒറ്റയ്ക്ക് അവിടെ ഭരണത്തിലേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ബീഹാറിൽ കാരണം ഈ BJPയുടെ ഈ രഥയാത്രാ സമയം അതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുള്ള സമയങ്ങളാണ്. കാരണം ബീഹാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീഹാറും UPയും ബീഹാർ കടന്നു കയറാൻ കഴിയില്ല. നമ്മുടെ ശ്രീമാൻ LK അദ്വാനിയൊക്കെ അറസ്റ്റ് ചെയ്ത ഒരു ഇടമാണ് അവിടെ. കാരണം BJPയുടെ പൊളിറ്റിക്സിനെ അവർ സവർണ പാർട്ടി, BJP ഉന്നത കുലജാതരുടെയാണ്, സവർണർ ആണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അവിടെ ഡിഫെൻഡ് ചെയ്തത്. കാരണം യാദവരും പിന്നോക്കക്കാരും ഒരുപാടുള്ള ഒരു സ്ഥലമാണ് ബീഹാർ. പിന്നെ ലാലുവിന്റെ സോഷ്യലിസ്റ്റ് പൊളിറ്റിക്സും ജാതീയ പൊളിറ്റിക്സും BJPക്ക് കടന്നു കയറാൻ കഴിയാത്തൊരു സ്ഥലമാണ്. അവിടെ അവർ വന്നു. അവരിപ്പോൾ 94 സീറ്റിലേക്ക് എത്തി. അതൊരു വലിയ ചരിത്രമാണത്. പക്ഷെ അവിടെയും അവരുടെ സ്വപ്നം പൂവണിഞ്ഞിട്ടില്ല. അവരുടെ സർക്കാർ ഇവിടെ ഭരിക്കുന്നു. NDA സർക്കാരാണ്, JDU ചേർന്നുണ്ട്. അവരുടെ ഏറ്റവും വലിയ സ്വപ്നം അവർ ഒറ്റയ്ക്ക് ഭരിക്കുക എന്നുള്ളതാണ്. അതവർക്ക് സാധ്യമായില്ല. പിന്നീട് അവർക്ക് കടന്നു കയറാൻ കഴിയാത്ത ഒരിടമായിരുന്നു ത്രിപുര. കാരണം ഈ ത്രിപുര ഈ വടക്കിഴക്ക് സംസ്ഥാനങ്ങളുടെ ഭാഗമാണല്ലോ. ത്രിപുര വടക്കിഴക്ക് സംസ്ഥാനങ്ങളിൽ പെടുന്നതാണ്. ത്രിപുരയും അതിന്റെ ഭാഗം തന്നെയാണ്. അപ്പൊ ഈ ത്രിപുരയുടെ ഒരു പൊളിറ്റിക്സ് ഒരിക്കലും BJPക്ക് അനുകൂലമായിരുന്നില്ല. അവിടെ BJPയുടെ നിരന്തരമായ ഒരു പ്രവർത്തനം, BJPയുടെ പ്രവർത്തനം എന്നല്ല, അതിനെക്കുറിച്ച് ഞാൻ മുമ്പ് ഒരു എപ്പിസോഡിൽ, അതായത് എനിക്ക് തോന്നുന്നു ഒരു 1.5 വർഷം മുമ്പ് ത്രിപുര എങ്ങനെയാണ് BJP പിടിച്ചത് എന്ന് ഞാൻ ഇവിടെ ഈ ചാനലിൽ വളരെ സമഗ്രമായിട്ട് ഞാൻ ചെയ്തിരുന്നു. നമ്മുടെ ഈ ചാനലിൽ തന്നെ ഞാൻ ചെയ്തിരുന്നു. അന്ന് ഈ ആദ്യം അവിടെ സംഘപരിവാർ എത്തുന്നു, RSS എത്തുന്നു. അവര് വനവാസി കല്യാൺ സംഘിന്റെ പ്രവർത്തനമാണ് അവിടെ ആദ്യം നടത്തിയത്. കാരണം അതൊരു ഗോത്ര മേഖലയാണ്, ആദിവാസി മേഖലയാണ്.
അവിടെയൊക്കെ അവർ സജീവമായി തന്നെ ഉള്ളറകളിൽ പ്രവർത്തിച്ച് എനിക്കിപ്പോഴും അറിയാം. സുനിൽ ദത്തോത്രേയ അദ്ദേഹം ഈ അടുത്ത് കേരളത്തിൽ വന്നിരുന്നു. അപ്പം അദ്ദേഹത്തിനായിരുന്നു അവിടെ ചാർജ് ഉണ്ടായിരുന്നത്. അന്ന് ഈ കമ്മ്യൂണിസ്റ്റുകൾ അവർ വളരെ മൃഗീയമായിട്ട് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയം 25 വർഷം അടുപ്പിച്ച് വരികയുന്ന മണിക് സാഹ സർക്കാരിന്റെ അപ്പോ ഈ സമയത്ത് BJP-യുടെ ഒരു വലിയ ശല്യം, കാരണം RSS-കാരെയൊക്കെ പുറത്ത് കണ്ടു കഴിഞ്ഞാൽ തട്ടിക്കളയുന്ന ഒരു ഇതിലേക്കാണ്. പക്ഷെ സാമൂഹ്യ പ്രവർത്തനം അവിടെ നടക്കുന്നുണ്ട്, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഈ വനവാസി കല്യാൺ സംഘിന്റെ ഒക്കെ നേതൃത്വത്തിൽ. അതിലൊന്നും വലിയ വിഷയങ്ങളില്ല. BJP ഒന്നും പറയാൻ പറ്റാത്തൊരു സാഹചര്യം. BJP ഉണ്ട് എന്ന് വെച്ചാൽ സ്ട്രെങ്ത് അല്ല. ആ സമയത്ത് ഇവര് ഈ ബസ്സുകളിലും ട്രെയിനുകളിലും മറ്റുമൊക്കെ കയറും സംഘത്തിന്റെ സ്വയം സേവകരും. അതായത് ആ സർക്കാരിന്റെ സർക്കാരിന്റെ അഴിമതികളെ തുറന്നു കാണിക്കുന്ന ലഘുലേഖകളുമായിട്ടാണ് ഇതിൽ കയറുന്നത്. എന്നിട്ട് ഈ വണ്ടി വിട്ടു കഴിഞ്ഞ ഉടൻ തന്നെ അടുത്ത സ്റ്റോപ്പ് എത്തുന്നതിന് മുമ്പ് ഇവരിതെല്ലാം പെട്ടെന്ന് ആ സീറ്റുകളിൽ ഇരിക്കുന്നവരുടെ കയ്യിലേക്ക് ഇത് വിതരണം ചെയ്യും. എന്നിട്ട് ആ സ്റ്റോപ്പിൽ അവർ ഇറങ്ങി അപ്പോഴേ അവിടെ നിന്ന് മുങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോ ഇത് വലിയ രീതിയിൽ തന്നെ ജനങ്ങളുടെ ഇടയിലേക്ക് സർക്കാരിന്റെ അഴിമതി, കാരണം കോൺഗ്രസ് അവിടെ ഉണ്ടെങ്കിൽ കോൺഗ്രസ് അന്നും നമ്മുടെ ഈ കേരളത്തിലെ കണക്കാണ് ഒരു അഴകുഴപ്പം നയവുമായിട്ട് മുൻപോട്ട് ഒരു പ്രതിപക്ഷമായിട്ട് ഇങ്ങനെ നിൽക്കും, തട്ടിയും മുട്ടിയും പോകുന്നു. കിട്ടുന്നത് പപ്പാതി അവര് പകുതി എടുക്കും, ഇവര് പകുതി എടുക്കും. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവർക്ക് ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ പറ്റും. പക്ഷെ സംഘപരിവാർ അത് എല്ലായിടത്തും എത്തിക്കുന്നു. അപ്പൊ ഇത് വലിയൊരു ചോദ്യമായി. ഇത് ആരാണ് ഇത് ചെയ്യുന്നതെന്ന് ആർക്കും അറിയില്ല. ഒരു അജ്ഞാതനെത്തുന്നു, ഇത് ആരാണ് എവിടെയാണെന്ന് പെട്ടെന്ന് ഇതെല്ലാം വിതരണം ചെയ്യുന്നു, അവിടുന്ന് പോകും. തിരക്കേറിയ സ്ഥലങ്ങളിലെല്ലാം പെട്ടെന്ന് ഈ നോട്ടീസ് വിതരണങ്ങൾ നടന്നു. ട്രെയിനിലായാലും ഈവൻ ഈ പറയുന്ന ബസ്സുകളിലായാലും ഇല്ലെങ്കിൽ ഈ ഉത്സവപ്പറമ്പിലായാലും ഒക്കെ, ഇല്ലെങ്കിൽ ആഘോഷം നടക്കുന്ന സ്ഥലങ്ങളിലായാലും പെട്ടെന്ന് വളരെ മിന്നൽ വേഗത്തിൽ ഈ നോട്ടീസ് എല്ലാവരുടെയും കയ്യിലെത്തുന്നു. പിന്നീട് ഇവർ അവിടുന്ന് പോകുന്നു. കാരണം ഇവർക്ക് അവിടെ നിൽക്കാൻ കഴിയില്ല. കാരണം CPM-ന്റെ ഗുണ്ടകളും പോലീസും ഒക്കെ ഉണ്ട്. അങ്ങനെ നിൽക്കുന്നു. അങ്ങനെ മണ്ണ് പാകമായി കഴിഞ്ഞപ്പോൾ ഒരു സുപ്രഭാതത്തിലാണ് അവിടെ പ്രതിപക്ഷത്തുണ്ടായിരുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ 6 MLA-മാരെ നേരെ BJP അവരുടെ ചാക്കിലേക്ക് കയറ്റി ഒരു സുപ്രഭാതത്തിൽ അവർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, ത്രിപുരയിലെ പ്രതിപക്ഷം ഞങ്ങളാണ് എന്ന് പറയുന്നത്. സത്യത്തിൽ അവരാണ് 6 പേരാണ് തൃണമൂലുണ്ടായിരുന്ന. ആ 6 പേരെ ഇവരെടുത്തു. അപ്പൊ 6 പേരും BJP-ക്കാരായില്ലേ? നിയമസഭയിൽ അവരുടെ പ്രാതിനിധ്യം ഒറ്റ ദിവസം കൊണ്ട് 24 മണിക്കൂർ കൊണ്ട് അവരത് ഉണ്ടാക്കിയെടുത്തു. അവിടെ നിന്നാണ് BJP ഇന്ന് തുടർച്ചയായി രണ്ടാമതും ഭരിക്കുന്ന ഒരു സംസ്ഥാനമായി ചുവന്നു തുടുത്ത ത്രിപുര മാറുന്നത്. വെസ്റ്റ് ബംഗാളിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി വ്യത്യസ്തമാണ്. വെസ്റ്റ് ബംഗാളിന്റെ കൾച്ചർ, പൊളിറ്റിക്സ്, ഇതെല്ലാം BJP-ക്ക് കടന്നു കയറാൻ കഴിയുന്ന, അല്ലെങ്കിൽ BJP മുൻപോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിന് കടന്നു കയറാൻ കഴിയാത്ത ഒരിടമാണ്. അവിടെയും BJP 1954 മുതൽ തന്നെ സംഘം അവിടെ പ്രവർത്തിച്ചത് വളരെ രസകരം. അതിനെക്കുറിച്ചും ഞാനൊരു എപ്പിസോഡ് ഈ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. 1-2 തവണ ഞാൻ ചെയ്തിട്ടുണ്ടത്. അവിടെ നക്സൽബാരി എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട്. നക്സൽബാരി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ നക്സലുകളുടെ സ്വർഗമാണ്. അവിടെ നിന്നാണ് ജാരു മജുംദാർ എന്നൊക്കെ കേട്ടിട്ടില്ലേ? നക്സലുകളുടെ തലതൊട്ടപ്പനാണ്. അവിടെ നിന്നാണ് ഈ ആശയങ്ങൾ വരുന്നതും ഈ നക്സലിസം. ആ നക്സൽ ഗ്രാമത്തിലാണ് ആദ്യം RSS രൂപീകരിക്കുന്നത്. അന്ന് RSS എന്നുള്ള പേരിലല്ല, നമ്മുടെ സേവാഭാരതിയുടെ പ്രവർത്തനങ്ങളാണ്. പക്ഷെ സേവാഭാരതി എന്നുള്ള പേരിലും അല്ല. പകരം അവിടെ RSS പതുക്കെ അവിടുത്തെ ഗ്രാമീണർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ നൽകുന്നു. നക്സലുകളുടെ പറുദീസയാണ്, നക്സലുകളുടെ കേന്ദ്രമാണ്, കമ്മ്യൂണിസത്തിന്റെ ഈറ്റില്ലമാണ് ഈ നക്സൽബാരി എന്ന് പറയുന്ന പ്രദേശം. അവിടെ നിന്ന് പതുക്കെ പ്രവർത്തിക്കുന്നു. അവിടെ സംഘത്തിലൊരു സ്കൂൾ ഉണ്ടാക്കുന്നു. ഈ സ്കൂളിലേക്ക് വിദ്യാർത്ഥികളെ കൊണ്ടുവരുന്നു. വിദ്യാർത്ഥികൾ പഠിക്കുന്നു. വളരെ സ്നേഹപൂർവ്വമായി പോന്നു. 2014 ശ്രീമാൻ അമിത്ഷാ അദ്ദേഹം ഈ സ്കൂളിന്റെ ഒരു പരിപാടിക്ക് പങ്കെടുക്കാൻ വരുമ്പോഴാണ് അവിടെ ഉള്ളവർ പലരും അറിയുന്നത് ഇത് RSSന്റെ സ്കൂളായിരുന്നു ഇത്രയും വർഷം ഇവിടെ പ്രവർത്തിച്ചിരുന്നത് എന്ന്. അപ്പോഴേക്കും തന്നെ അവിടെ വലിയ മാറ്റം. കാരണം ഇവർക്ക് വലിയ സ്വീകാര്യത കിട്ടി. കാരണം നക്സലിസങ്ങൾക്ക് കൊല്ലാനും തിന്നാനും ഒക്കെ അല്ലേ അറിയത്തുള്ളൂ. അപ്പൊ അവരുടെ കുട്ടികളെ ഇവരാണ് സംരക്ഷിക്കുന്നത്. അവർക്ക് വേണ്ട ക്ലിനിക്ക്, അതായത് ആശുപത്രി സൗകര്യം ഇവർ ചെയ്യുന്നുണ്ട്, സേവാ പ്രവർത്തനങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്കും വലിയ ബുദ്ധിമുട്ടില്ല. കാരണം പെണ്ണുമ്പിള്ളയും കൊച്ചിനെ ഇവിടെ ഇട്ടിട്ട് ആളാ കൊല്ലാൻ ഇറങ്ങിയാലും കുഴപ്പമില്ല, ഇവരിതെല്ലാം ചെയ്ത് കൊടുക്കുന്നു ഒക്കെ ഉണ്ട്. അങ്ങനെ ആ ഗ്രാമം മാറുന്നു. ആ സമയത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ ബംഗാൾ നിയമസഭയിലേക്ക് ഒരു സീറ്റ് അവിടെ നേടി. ഈ നക്സൽബാരികളുടെ കമ്മ്യൂണിസത്തിന്റെ ഈറ്റിലത്തിൽ നിന്ന് ആദ്യമായി BJP അവിടെ ജയിച്ചു. ഇന്ന് അതായത് വേറൊരു പാർട്ടിക്ക് കൊടി കുത്താൻ പറ്റാതിരുന്ന ഒരു മണ്ഡലം, ഒരു ഏരിയ, ഒരു ജില്ല. ഇന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാൻ അവിടെ നമ്മുടെ സുഹൃത്തുക്കളോട് വിളിച്ചു, അവിടെ കാവിക്കൊടി മാത്രമേ ഉള്ളൂ, BJP മാത്രമേ ഉള്ളൂ, കമ്മ്യൂണിസം പോയി. ഇതിനെക്കുറിച്ച് ഈ ചരു മജുംദാറിന്റെ മകൻ ഇന്ത്യ ടുഡേയിൽ വളരെ വലിയൊരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. അവർ പറഞ്ഞത് RSS നമ്മൾ വിചാരിക്കുന്നത് പോലല്ല, അവർ കടന്നു കയറാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഏത് വിധേനയും കടന്നു കയറുകയും പിടിച്ചെടുക്കുകയും ചെയ്യും. അതിന് ഏറ്റവും വലിയ തെളിവായിട്ടാണ് നക്സൽബാരി
കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു ഗ്രാമത്തെക്കുറിച്ച്, അവരുടെ ഒരു സ്വർഗമായിരുന്ന സ്ഥലത്തെക്കുറിച്ച് അയാൾ വിശദമായി തന്നെ ഉണ്ട്. നമ്മുടെ ഓൺലൈനിൽ അവൈലബിൾ ആണ്. അദ്ദേഹത്തിന്റെ മകൻ നടത്തിയ സമഗ്രമായ വലിയൊരു ഇന്റർവ്യൂ ആണ്. അദ്ദേഹം വളരെ സവിസ്തരം പറയുന്നുണ്ട് അതിനെക്കുറിച്ച്, അത് പറയുന്നുണ്ട്. അപ്പൊ അവിടെയാണ്, അങ്ങനെയാണ് വെസ്റ്റ് ബംഗാളിൽ വരുന്നത്. അതിന്റെ ഒരു 64 കൂടിയാണ്, 1964 തൊട്ടേ അവിടെ പ്രവർത്തനം. അതിനൊക്കെ ശേഷം അപ്പോഴും ബി ജെ പി, ഇവർ ഈ എന്ന് പറയുന്നത് സംഘപരിവാറിന്റെ ഒരു ഫ്രണ്ട് ലൈനിൽ നിൽക്കുന്ന ഒരു മുഖമാണ്, ജനകീയ മുഖമാണ് ബി ജെ പി എന്ന് പറയുന്നത്. സംഘത്തിന്റെ ഒരു രീതി എന്ന് പറയുന്നത്, സംഘം അടിത്തട്ടിലും അവർക്ക് പല പല മുഖങ്ങളുണ്ട്. അതിനകത്ത് ഒരു പൊളിറ്റിക്കൽ മുഖവും ജനകീയ മുഖവുമാണ് ബി ജെ പി. അപ്പൊ ആ ബി ജെ പി അവിടെ, ഈ ത്രിപുരയിലെ പോലെ തന്നെ ബി ജെ പി അവിടെ എന്താണ് മെയിൻ ഇതിലേക്ക് വന്നിട്ടില്ല, മുഖമായിട്ട് അവിടെ വന്നിട്ടില്ല. സംഘത്തിന്റെ ഒരു മണ്ണൊരുക്കൽ അവിടെ നടക്കും. സംഘം മണ്ണൊരുക്കുന്നു, അതിന്റെ മുകളിൽ ബി ജെ പി കൊടി നാട്ടുന്നു. അങ്ങനെയാണ് അതിന്റെ ഒരു രീതി. അങ്ങനെ അവിടെ പോകുന്നു. പിന്നീട് 2019 അവിടെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവര് അടപടലം ഈ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ അടർത്തിയെടുത്തു. ബി ജെ പി വെസ്റ്റ് ബംഗാളിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നവും അത് തന്നെ. ബി ജെ പിക്ക് അവിടെ സ്വന്തമെന്ന് പറയാൻ വലിയ നേതാക്കന്മാരൊന്നുമില്ല. ഇവര് മറ്റു പാർട്ടികളിൽ നിന്ന് അടർത്തിയെടുത്തവരാണ്. കോൺഗ്രസിൽ നിന്ന്, തൃണമൂൽ കോൺഗ്രസിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പേര് അടർന്നു വന്നത്. സുഖേന്ദു അധികാരി പോലും തൃണമൂൽ കോൺഗ്രസിന്റെ മമതയുടെ വലങ്കയായിരുന്നു, അടർത്തിയെടുത്തതാണ്. അപ്പം അത് അവർ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ വിഷയമാണ്. കാരണം ഇവരുടെ ഐഡിയോളജി ഈ നേതാക്കൾക്കില്ല. സ്വാഭാവികമാണല്ലോ, വേറൊരു പാർട്ടിയിൽ നിന്ന് വരുന്ന ഒരാൾക്ക് ഈ ഐഡിയോളജിയുമായി ഒത്തുപോവുക പ്രയാസകരമായ കാര്യമാണ്. ഇതായിരുന്നു. പക്ഷെ അവർക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നില്ല. ബി ജെ പിയുടെ ഏറ്റവും വലിയ പ്രത്യേകിച്ച് അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വലിയ ടെൻഷനൊന്നുമില്ല. കാരണം അവർക്ക് വളരെ താമസിച്ചായാലും അവർക്ക് അറിയാം ഈ അധികാരം പിടിക്കാൻ പറ്റും. ധൃതിയില്ല, അവർക്ക് ധൃതിയില്ല, ഇല്ലെങ്കിൽ അതിനുള്ള ടെൻഷൻസ് ഒന്നുമില്ല. അങ്ങനെ അവർ കാത്തിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടി. അന്ന് എനിക്ക് തോന്നുന്നു 44 സീറ്റോ മറ്റോ ആയിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ 89 സീറ്റ് നേടി. അപ്പോഴേക്കും ഈ പറയുന്ന നേതാക്കന്മാരെ അടർത്തിയെടുത്തു. ജയിച്ചു കഴിഞ്ഞപ്പോൾ ഈ 89 പല MLA-മാരും മറുകണ്ഠം ചാടി. അവസാനം ഇപ്പോൾ 64 പേരോ മറ്റോ ആണ് ഇപ്പോഴാകെ ഉള്ളത്. 293-94 അംഗങ്ങളുള്ള ഒരു നിയമസഭയാണ് വെസ്റ്റ് ബംഗാൾ. ഭരിക്കണമെങ്കിൽ 149 സീറ്റ് വേണം. അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം. ഇതിനോടകം തന്നെ ബി ജെ പിയുടെ ഒരു വലിയ സോഷ്യൽ എഞ്ചിനീയറിംഗ് അവിടെ നടന്നിരുന്നു. ബി ജെ പിയുടെ സംഘപരിവാറിന്റെ എല്ലാം അതിന് വഴിയൊരുക്കി കൊടുത്തത് കുമാരി മമതാ ബാനർജി ആയിരുന്നു. കാരണം അവര് അവിടെ വലിയ രീതിയിൽ തന്നെ ഒരു ഹിന്ദു വംശഹത്യ നടന്നു. 1.5 ലക്ഷത്തിനടുത്തുള്ള ഹിന്ദു ജനം ഇവിടെ നിന്ന് അസാമിലേക്ക് പലായനം ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അങ്ങനെ ഹിന്ദുക്കൾക്ക് നേരെ ഒരു വലിയ ആക്രമണം ഉണ്ടായി. നാളിതുവരെ ശ്രീരാമന് കടന്നു ചെല്ലാൻ കഴിയാത്ത ഒരു മണ്ണായിരുന്നു ബംഗാളെങ്കിൽ ഇന്ന് രാമനവമി ഘോഷയാത്ര അനവധിയാണ് നടക്കുന്നത്. തവണ കൽക്കത്തയിൽ മാത്രം ഏതാണ്ട് 5000-ഓളം രാമനവമി ഘോഷയാത്രകൾ നടന്നു. അപ്പോൾ രാമൻ അവിടെ കടന്ന് കയറുക തന്നെയായിരുന്നു. കാരണം ബീഹാറുമായിട്ടൊക്കെ അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലം കൂടിയാണ്. കൊച്ചു ബീഹാർ മേഖല ഏതാണ്ട് സംഘപരിവാറിന് അനുകൂലമായി മാറി. ഇതൊക്കെ കമ്മ്യൂണിസത്തിന്റെയും പിന്നീട് തൃണമൂൽ കോൺഗ്രസിന്റെയും ഒക്കെ മണ്ണായിരുന്ന ഇടങ്ങളാണ്. അപ്പോ അങ്ങനെ അവിടുന്ന് കടന്ന് കയറി. അപ്പൊ രാമനവമി അവിടെ എത്തി. ബി ജെ പിക്ക് ഒരു അക്സെപ്റ്റൻസ് അവിടെ കിട്ടി. ഹിന്ദു എന്നൊരു വികാരത്തിലേക്ക് എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞു. അതിനൊരു കാരണമുണ്ട്. കാലാകാലങ്ങളായി ബംഗ്ലാദേശിൽ നിന്ന് ഏറ്റവും കൂടുതൽ കുടിയേറിയ മുസ്ലിംസ് അവിടെയുണ്ട്. തദ്ദേശീയരായ മുസ്ലിംസിന് പോലും തലവേദനയാണ് ഇവർ സൃഷ്ടിക്കുന്നത്. കാരണം ഇവർക്ക് കിട്ടേണ്ട അവകാശങ്ങളൊക്കെ അവരാ കവർന്നെടുക്കുന്നത്. 6 ജില്ലകളിൽ അവർ കൂടുതലാണെന്ന്, ഏറ്റവും ടോപ്പ് 80% മുകളിലുണ്ട് എന്ന് പറയുമ്പോൾ ഏതാണ്ടൊരു 44 സീറ്റിന് മുകളിൽ നിയമസഭാ സീറ്റ് തന്നെ ഉണ്ട് അവിടെ. MP-മാർ എത്ര വരുന്നുണ്ട്. അപ്പോ പക്ഷെ മമതയ്ക്ക് പിന്നീട് ചൂട് പിഴയ്ക്കുന്ന കാഴ്ചയാണ് കണ്ടത്. കാരണം ബി ജെ പി പ്രതിപക്ഷത്തേക്ക് വന്നപ്പോൾ ഈ കോൺഗ്രസും CPM-ഉം പോലെ അല്ല ബി ജെ പി എന്ന് പതുക്കെ മമതയ്ക്ക് മനസ്സിലായി. കാരണം ചെറിയ ഗിമ്മിക്കുകൾ കൊണ്ടൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയില്ല, വലിയ ഗിമ്മിക്ക്. അവസാനം ഇപ്പോൾ SIR വെസ്റ്റ് ബംഗാളിൽ നടപ്പാക്കുന്നു എന്ന് പറയുമ്പോൾ മമതാ ബാനർജി അവസാനത്തെ തുറുപ്പ് ചീട്ടും കളത്തിലിറക്കി. അവർ പറഞ്ഞത് ഇങ്ങനെ ഒന്ന് സംഭവിച്ചാൽ വെസ്റ്റ് ബംഗാൾ മാത്രമല്ല ഈ രാജ്യം മുഴുവൻ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും, രാജ്യം വിറയ്ക്കും എന്നാണ് പറഞ്ഞത്. പക്ഷെ അത് എനിക്ക് തോന്നുന്നത് അവരാ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അനവസരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം അത് വളരെ ഈസി ആയിട്ട് ബി ജെ പിക്ക് ഹൈജാക്ക് ചെയ്യാനും മുതലാക്കാനും പറ്റും. കാരണം ഇവരിത് പറയുമ്പോൾ ബി ജെ പി തീർച്ചയായിട്ടും പോകുന്ന കാർഡ് ഈ റോഹിംഗ്യകൾക്കും ബംഗ്ലാദേശി മുസ്ലിങ്ങൾക്കും വേണ്ടിയിട്ടാണ് മമത ഈ പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ഇപ്പോൾ ഒറ്റക്കെട്ടായിട്ട് നിന്നില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും നിൽക്കാൻ കഴിയില്ല എന്നൊരൊറ്റ മുദ്രാവാക്യം ഇവർ ഉയർത്തിക്കഴിഞ്ഞാൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് വരും. കാരണം പശ്ചിമബംഗാൾ മമത ജയിക്കുന്ന ഈ മുസ്ലിംസ് വോട്ട് കൊണ്ട് മാത്രമല്ല, ലക്ഷക്കണക്കിന് ഹൈന്ദവ വോട്ടുകൾ കൊണ്ടാണ്. ഇതിനിടയിൽ അമിത്ഷാ 2019 ശേഷം 2020 ശേഷമാണ് അദ്ദേഹം ഈ മഡുവ എന്നൊക്കെ പറയുന്ന ഒരു സമുദായമുണ്ട്. ഈ ബംഗ്ലാദേശിൽ നിന്ന് വന്ന 2 വിഭാഗമുണ്ട്. മറ്റേ വിഭാഗത്തിന്റെ പേര് ഞാൻ പെട്ടെന്ന് വിട്ടു. ആ 2 വിഭാഗം ലക്ഷക്കണക്കിന് പേരുണ്ട്. 40-40 ലക്ഷം പേരുള്ളവരാണ് ആ സമുദായം. അവര് ഇപ്പോഴും മെമ്പർഷിപ്പ് കൊടുത്തിട്ടില്ല, സിറ്റിസൺഷിപ്പ് കൊടുത്തിട്ടില്ല.
അമിത്ഷാ വന്നിട്ട് സിറ്റിസൺഷിപ്പ് കൊടുത്തു. പൗരത്വ ഭേദഗതി നിയമം വന്നായിരുന്നല്ലോ, ഏതാ 2019. അത് പ്രകാരം അതുകൂടെ കൊടുത്തു. അതുകൂടെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും മമതയുടെ കാലിലെ ആ ഒരു മണ്ണ് ഒലിച്ചു തുടങ്ങി. ഹിന്ദു വോട്ടുകളെ ഏകീകരിക്കുവാനായിട്ട് BJPക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പോൾ അതാണ് മമതയെ ഭയപ്പെടുത്തുന്നത്. അപ്പോൾ അവസാനത്തെ കയ്യിലുണ്ടായിരുന്ന സാധനമാണ് ഈ പറയുന്ന ഇലീഗൽ ആയിട്ട് വന്നവരുടെ വോട്ടും ഇലീഗൽസും അവിടെ ഉള്ളത്. ഇവിടെ ഒരു വലിയ വിഷയം കൂടിയുണ്ട്. കാരണം ഈ SIR-നെ മമത ഭയപ്പെടുന്നതിന് കാരണം കള്ളവോട്ട് തീരും. കാരണം ഓനെ വന്ന് കുത്തിയിടും. നമുക്കറിയാം വെസ്റ്റ് ബംഗാളിലെ ഇലക്ഷൻ നടക്കുമ്പോൾ ധനുഷ് ശ്രദ്ധിച്ചോ, നമ്മുടെ വീഡിയോസ് വരുന്നത് കണ്ടോണം. ഈ എന്താണ് മെഷീൻ, വോട്ടിംഗ് മെഷീൻ ഒക്കെ എടുത്തിട്ട് കുളത്തിലേക്കൊക്കെ വലിച്ചെറിയുന്ന എത്രയോ വിശ്വസിച്ച് നമ്മൾ ന്യൂസ് ഇന്ത്യ മലയാളം തന്നെ കൊടുത്തിട്ടുണ്ടത്. അവിടുന്ന് ഇരച്ചങ്ങ് കയറുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ കള്ളവോട്ടല്ലേ ഉള്ളൂ. അവിടെ ബൂത്ത് പിടുത്തം എന്ന് പറഞ്ഞ പഴയ കാലത്തെ ആചാരം ഇപ്പോഴും നിലനിൽക്കുന്ന സംസ്ഥാനം വെസ്റ്റ് ബംഗാളാണ്. അവിടെ ഇങ്ങനെ ഇരച്ചു കയറും, വാളും പരിചയമൊക്കെ ആയിട്ട് കയറിയിട്ട് ഈ വോട്ടിംഗ് മെഷീൻ തന്നെ എടുത്ത് നശിപ്പിച്ച് കളയുന്ന ഒരു സമ്പ്രദായമാണ്. ആ ഒരു സമ്പ്രദായം. പക്ഷെ അവർക്ക് കട്ടയ്ക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു പ്രതിപക്ഷമാണ് BJP എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. കാരണം ഇവരടിക്കുകയാണെങ്കിൽ തിരിച്ചടിക്കാൻ ഇവന്മാർക്കും പറ്റുന്നുണ്ട്. അതാണ് അവർ അഭിമുഖീകരിക്കുന്ന മറ്റൊരു പ്രശ്നം. അതായത് ഇവർ കൊണ്ടുവരുന്ന എന്തിനേയും തടയിടാനും തടുക്കാനും തിരിച്ചടിക്കാനും കപ്പാസിറ്റി ഉള്ള ഒരു പാർട്ടി ഇപ്പുറത്ത് വന്നപ്പോഴാണ് മമത അപകടം മണത്തു തുടങ്ങുന്നത്. അവിടെയാണ് ഇപ്പം മമത പറയുന്നത്, ഞാൻ ഈ രാജ്യം കത്തിക്കും, രാജ്യം വിറയ്ക്കും, ഞങ്ങൾ വലിയ സ്വാഭാവികമാണ്. SIR മുൻപോട്ട് പോകുന്തോറും വെസ്റ്റ് ബംഗാളിൽ കലാപം ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷെ ആ കലാപത്തിന് മമതയോടൊപ്പം ബംഗാളികൾ മുഴുവൻ നിൽക്കില്ല എന്നുള്ളതാണ് മറ്റൊരു കൗതുകം. ഏതാണ്ട് 1.5 കോടിയിലധികം വോട്ടർമാര് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് പണ്ട് മുതലേ അവിടെ വന്നിട്ടുള്ള വോട്ടർമാരാണ്. മമതയുടെ പിന്നെ ഇപ്പോൾ മമതയുടെ കൂടെ നിൽക്കുന്ന മുന്നോക്ക ജാതിക്കാരാണ്. കാരണം അവർ മുൻപ് ഈ മുന്നോക്ക ജാതിക്കാരാണ് കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റിന്റെയും ഒക്കെ കരുത്തായിട്ടുണ്ടായിരുന്നവരെങ്കിൽ അവരിപ്പോൾ മമതയുടെ പിന്നിൽ നിൽക്കുകയാണ്. ആ ഒരു ബെൽറ്റും ചിലപ്പോൾ ഒരുപക്ഷെ പോകാനുള്ള സാധ്യതയുണ്ട്. എല്ലാവരും ഭയക്കുന്നത്, പ്രതിപക്ഷ പാർട്ടിയും ഇല്ലെങ്കിൽ മമതയെ പിന്തുണയ്ക്കുന്നവരും ഭയക്കുന്നത് BJP ഒരിക്കലും അധികാരത്തിൽ വന്നാൽ പിന്നീട് അവിടെ ഈ മമതയ്ക്ക് ഒരു സ്കോപ്പ് ഉണ്ടാകില്ല. കാരണം മമതയുടെ പ്രശ്നം BJPക്ക് അവിടെ ഒരുപാട് സാധ്യതകൾ ഇപ്പൊ നിലനിൽക്കുന്നുണ്ട്. അതിലൊന്നും മമതയുടെ ഈ കുടുംബം, അദ്ദേഹത്തിന്റെ അവരുടെ അനന്തരവൻ അഭിഷേക് ബാനർജി, അവരെ ഇത് ഏൽപ്പിക്കാൻ പോകുന്നതിനകത്ത് ഈ തൃണമൂലിനകത്ത് തന്നെ വലിയ എതിർപ്പുണ്ട്. ഇതിനൊക്കെ ശരിക്കും BJP ഒരു പാർട്ടി ശരിക്കും മുതലെടുക്കുന്ന കാര്യം 100% ഉറപ്പ്. പഴയ കെട്ടുറപ്പൊന്നും അവർക്കില്ല. രണ്ടാമത്തെ കാര്യം, ഈ ഹിന്ദു മുസ്ലിം അത് മമതാ ബാനർജി തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് അവർക്ക് മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഈ RSSന്റെ മേധാവി പങ്കെടുക്കുന്ന റാലി ഉണ്ടോ എന്നുള്ള കാര്യം എനിക്ക് സംശയമുണ്ട്. അദ്ദേഹം സാധാരണ പൊളിറ്റിക്കൽ റാലികൾക്ക് പങ്കെടുക്കാറില്ല. അവരുടെ പിന്നെ ഈ ആള് കൂടുന്ന വലിയ പരിപാടികൾക്കെല്ലാം നമ്മൾ റാലി എന്ന് തന്നെയാണ് പറയുന്നത്. ഈ വിജയദശമിക്ക് നാഗപ്പൂർ നടക്കുന്നതിനെ നമ്മൾ റാലി എന്നാണ് പറയുന്നത്. ഇനി ഒരുപക്ഷെ വെസ്റ്റ് ബംഗാളിൽ വല്ല സാങ്കിക്ക് നടക്കുന്നുണ്ടോ എന്നറിയില്ല. സ്വയം സേവകര് കൂടിയിട്ട് വലിയൊരു സാങ്കിക്കായിരിക്കും. പക്ഷെ മാധ്യമങ്ങൾ അതിനെ റാലി എന്നാണ്. ഇപ്പൊ BJPയുടെ പ്രസിഡന്റ്, RSSന്റെ പ്രസിഡന്റ് എന്നൊക്കെ പറയുന്നവരും ഉണ്ട് ഇപ്പോഴും, മോഹൻ ഭാഗവതിന്. ആ ഒരു ടെക്നിക്കൽ എന്താണെന്നുള്ള സിസ്റ്റം അറിയാത്തതുകൊണ്ടായിരിക്കും അങ്ങനെ റാലി, ഒരു പൊളിറ്റിക്കൽ റാലിക്ക് ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നില്ല. പകരം അവിടെ ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത് 160 നിയമസഭാ മണ്ഡലങ്ങൾ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് BJP അവിടെ പ്രവർത്തിക്കുന്നത്. ഒപ്പം തന്നെ ഇതിനെല്ലാം ഹെഡായിട്ട് വന്നിരിക്കുന്ന കേന്ദ്രമന്ത്രിമാര്, മറ്റ് സംസ്ഥാനങ്ങളിലെ ലീഡേഴ്സ്, എല്ലാവർക്കും സെപ്പറേറ്റ് പഞ്ചായത്തിന്റെ വരെ ചാർജ് കൊടുത്തിരിക്കുന്നു. കാരണം BJP സംബന്ധിച്ച് ഇത് നല്ലൊരു ചാൻസ് ആണ് പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. ഒരു 150 സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അവർക്ക് ഭരിക്കാൻ കഴിയും. 150 കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു 100-120 സീറ്റ് കിട്ടിയാലും അവർ ഭരിക്കും. കാരണം ഇപ്പുറത്തുനിന്ന് നല്ല രീതിയിൽ ഇങ്ങോട്ടേക്ക് ചാടിക്കാൻ അവർക്ക് നന്നായിട്ട് അറിയാം. പിന്നെ അവർ ലക്ഷ്യമിടുന്നത് 160 സീറ്റ് ജയിക്കുക എന്നുള്ളതാണ്. വലിയ പ്രതീക്ഷ തന്നെ BJPക്കുണ്ട്. വെസ്റ്റ് ബംഗാളിലൂടെ BJP ജയിച്ചാൽ BJPയെ സംബന്ധിച്ച്, BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ അവരുടെ ചരിത്രത്തിൽ അവർക്ക് എഴുതി വെക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു വിജയം കടന്നു ചെല്ലാൻ കഴിയാത്ത കാശ്മീരിൽ പോലും അവര് ഭരിച്ചു. ഒപ്പം തന്നെ അവർക്ക് കടന്നു ചെല്ലാൻ കഴിയാത്തത് പിന്നുള്ളത് അവർക്ക് സൗത്ത് ഇന്ത്യയാണ്, പ്രത്യേകിച്ച് തമിഴ്നാടും കേരളവുമാണ്. അത് പിടിക്കാനുള്ള ഒരു ആത്മവിശ്വാസം അവർക്ക് ഈ തെരഞ്ഞെടുപ്പിലല്ല ഞാൻ പറഞ്ഞത്, ഇനി വരുംകാല തെരഞ്ഞെടുപ്പുകളിൽ തമിഴ്നാടും കേരളവും ഒക്കെ പിടിക്കാനുള്ള ഒരു ആത്മവിശ്വാസം അവർക്ക് ഈ ബംഗാൾ നൽകുക തന്നെ ചെയ്യും. ബംഗാളിലൂടെ വീണ് കഴിഞ്ഞാൽ ഇന്ത്യയിലെ പ്രതിപക്ഷം എന്ന് പറയുന്നത് പിണറായിലും സ്റ്റാലിനിലും മാത്രം ഒതുങ്ങുന്ന ഒരു പ്രതിപക്ഷമായിരിക്കും. രാഹുൽ ഗാന്ധി വെറുതെ ഒരു ഡമ്മി പോലെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇനി ധ്രുവറാത്തിയെ കണക്കുള്ളവർ വല്ലപ്പോഴും വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇട്ടുകൊടുക്കുന്ന ക്യാപ്സൂൾ വീഡിയോകൾ മാത്രമാണ് ഏക ഒരു ആശ്വാസം.